മേയർ ആര്യ രാജേന്ദ്രന് പാർട്ടിക്കകത്തുള്ള ശത്രുക്കൾ വർദ്ധിക്കുന്നു. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. പാർട്ടിക്കുള്ളിൽ വിയോജിപ്പുകൾ വർദ്ധിച്ചാൽ വേറെ വഴിയില്ല എങ്കിൽ മേയറെ മാറ്റിയേക്കും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അല്പായുസായി പോയല്ലോ എന്റെ തൊപ്പി. ഞാൻ എന്ത് ചെയ്യും? എന്റെ തൊപ്പി അനുഭവം കൊണ്ടും വയസ്സുകൊണ്ടും ആര്യയേക്കാൾ മുതിർന്ന നേതാക്കളായിട്ട് പോലും അവർക്കൊന്നും യാതൊരു വിലയും മേയർ നൽകുന്നില്ല എന്നും അത് അഹങ്കാരത്തിന്റെ ഉഗ്രരൂപിയായ ഒരു വ്യക്തിയായ രീതിയിലാണ് ആര്യ പ്രതികരിക്കുന്നത് എന്നതിനാലും നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. ഇപ്പോൾ തിരുവനന്തപുരം CPM മേഖലയിലും ഇത്തരത്തിൽ മേയർക്കെതിരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ശക്തമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നീ ഇവിടെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? പാർട്ടിക്കകത്തു നിന്ന് ആ അഭിപ്രായം ശക്തമായാൽ ചിലപ്പോൾ പാർട്ടിക്കുള്ളിലുള്ള തമ്മിലടി ഇല്ലാതാക്കാൻ തന്നെ മേയർ ആര്യ രാജേന്ദ്രനെ മേയർ പദവിയിൽ നിന്ന് മാറ്റിയേക്കാനുള്ള സാധ്യത ഏറെ എന്നാണ് വിലയിരുത്തൽ. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. എന്തായാലും മേയറിന്റെ ചീട്ട് കീറാൻ മേയർ തന്നെ ഒരു വഴി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഒരാൾക്കും മേയറെ പിന്നിൽ നിന്ന് കുത്തേണ്ടി വന്നിട്ടില്ല. മേയറായിട്ട് തന്നെ അതിന് സ്വയം ഒരു വകുപ്പ് ഒരുക്കി കൊടുത്തു എന്നാണ് ഇപ്പോൾ ഡ്രൈവർ മേയർ തർക്കത്തെ കുറിച്ച് പറയാനുള്ളത്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. സ്വയം വരുത്തി വെച്ചല്ലേ? ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം സർക്കാർ ജോലി ഉറപ്പാക്കുന്ന മേയറുടെ അനാസ്ഥ, യാതൊരു കുഴപ്പവുമില്ലാതെ നടന്നു പോന്നിരുന്ന പൊങ്കാലയുടെ പേരിൽ അതിനുവേണ്ടി എത്തിച്ചിരുന്ന കല്ലുകൾ, അതായത് ഇഷ്ടികകൾ അടിച്ചു മാറ്റി അതിന്റെ ഫണ്ട് എഴുതി വാങ്ങൽ, അങ്ങനെ മേയർക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ ശക്തമായിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മേയർ ഡ്രൈവർ തർക്കം തന്നെയാണ്. ഡ്രൈവർക്കെതിരെ പബ്ലിക്കായി കാണിച്ചിരിക്കുന്ന മേയറുടെ ജീപ്പ് ഷോ പാർട്ടിയെ ഒന്നടങ്കം നാണം കെടുത്തി എന്നാണ് സഖാക്കന്മാർ പറയുന്നത്. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. മറ്റു വഴികളൊന്നും ഇല്ലാതെ വരികയാണെങ്കിൽ, പാർട്ടിക്കുള്ളിൽ വിയോജിപ്പുകൾ ശക്തമാകുകയാണെങ്കിൽ മിക്കവാറും മുഖ്യൻ മേയറെ കൈവിട്ടേക്കുമെന്നാണ് സൂചന. ഞാനും എന്താ ചെയ്യണ്ടത്? നീ എന്തെങ്കിലും ചെയ്യേ. എന്നാ ഇവിടെ തന്നെ കൂടാ അല്ലേ? എനിക്കൊരു സഹായാവല്ലോ നീ. അതൊന്നും ശരിയാവില്ല. ഞാൻ തന്നെ ഇവിടെ മുള്ളയിലാ നിക്കണത്. ആ മുള്ളെടുത്ത് കളയാനെങ്കിലും ഒരാള് വേണ്ടേ? നീ പോയി മേയർ സ്ഥാനത്തേക്ക് മറ്റാരെങ്കിലും കൊണ്ടിരുത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഏറെയുള്ളത്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.